IPL-ൽ ഓറഞ്ച് ക്യാപ്പ് വിന്നറായിരുന്നു വിരാട് കോഹ്ലി. എന്നാൽ ഇന്ത്യൻ ടീമിലെത്തിയപ്പോൾ കോഹ്ലി ഫ്ലോപ്പായിരിക്കുകയാണ്. കോഹ്ലിയുടെ പൊസിഷൻ തന്നെയാണ് അതിന് കാരണം. സാധാരണ കോഹ്ലി വൺ ഡൗണിലാണ് കളിക്കാറ്. എന്നാൽ ഇന്ന് രോഹിത് ശർമ്മയും കോഹ്ലിയുമാണ് ഓപ്പണിംഗിൽ ഇറങ്ങിയത്. ഇന്ന് അയർലൻഡിനെതിരെ മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം കോഹ്ലി പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ അയർലൻഡ് ടീമിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. 96 റൺസ് മാത്രമാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം കോഹ്ലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. വേൾഡ് കപ്പിലെ ആദ്യ കളി തന്നെ ജയിച്ചിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് പണി വരാൻ പോകുന്നത് അടുത്ത മാച്ചിലായിരിക്കും. ഞങ്ങൾക്ക് എതിരാളികൾ പാകിസ്ഥാനാണ്. അവർക്കെതിരെ ഇങ്ങനെ കളിച്ചാൽ തോൽക്കുമെന്നത് ഉറപ്പാണ്. കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിക്കണം. രോഹിത് ശർമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഓപ്പണിംഗിൽ ഇറങ്ങിയത്. എനിക്ക് വൺ ഡൗണിൽ കളിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അടുത്ത മത്സരത്തിൽ വൺ ഡൗണിലാണ് കളിക്കാൻ പോകുന്നത്. രോഹിത് ശർമ്മയും സഞ്ജുവും നല്ലൊരു ഓപ്പണിംഗ് ജോഡിയാണ്. സഞ്ജുവിന് ഇനിയും അവസരം കൊടുക്കണം. കാരണം സഞ്ജുവിന്റെ അവസരമാണ് പാഴായിരിക്കുന്നത്. അടുത്ത മത്സരത്തിൽ രോഹിത് ശർമ്മയും സഞ്ജുവും ഓപ്പണിംഗിൽ കളിക്കട്ടെ. ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് വെല്ലുവിളി ആയിരുന്നില്ല. ഞങ്ങൾ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. അടുത്ത മത്സരത്തിൽ ഞാൻ മികച്ച കളി പുറത്തെടുക്കുമെന്ന് വിരാട് കോഹ്ലി വ്യക്തമാക്കി. കോഹ്ലിക്ക് കാര്യം മനസ്സിലായി. കാരണം ഓപ്പണിംഗിൽ കളിച്ചാൽ കോഹ്ലി ഫ്ലോപ്പ് ആവുകയാണ്. വൺ ഡൗണിലാണെങ്കിൽ കോഹ്ലി തകർത്തടിക്കാറുണ്ട്. കോഹ്ലി ഒരിക്കലും ഒരു റൺസിൽ ഔട്ടാവുമെന്ന് ആരും തന്നെ കരുതിയില്ല. IPL-ലെ പർപ്പിൾ ക്യാപ്പ് വിന്നറാണ് കോഹ്ലി. എന്തായാലും അടുത്ത മത്സരത്തിൽ കോഹ്ലി ഓപ്പണിംഗിൽ വരില്ല. സഞ്ജുവിനെയും രോഹിത് ശർമ്മയെയും ഓപ്പണിംഗിൽ ഇറക്കാനാണ് കോഹ്ലി ആവശ്യപ്പെട്ടത്. തീരുമാനങ്ങൾ രോഹിത് ശർമ്മയുടേതാണ്. രോഹിത് തീരുമാനിക്കുന്നത് പോലെ അടുത്ത മത്സരത്തിൽ ആരായിരിക്കും ഇന്ത്യയുടെ ഓപ്പണിംഗ് സ്ഥാനത്തുനിന്ന് നോക്കി തന്നെ കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത മാച്ചിന് വേണ്ടി കാത്തിരിക്കാം. പാകിസ്ഥാനെതിരെ ഇന്ത്യ ജയിക്കുമെന്ന് തന്നെ കരുതാം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.